വി.ഡി. സതീശന്റെ മന്ത്രിസഭയിൽ നമ്മുടെ ചെന്നിത്തല വീണ്ടും തഴയപ്പെട്ടു. ചെന്നിത്തലയെ 3-ാം സ്ഥാനത്തോട്ട് തട്ടിക്കളഞ്ഞു. 2-ാം സ്ഥാനത്ത് ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി തന്നെ. കുഞ്ഞാലിക്കുട്ടിയെയാണ് ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു എന്നുവരെ കോൺഗ്രസിൽ ആരോപണം ഉയരുന്നുണ്ട്. ചെന്നിത്തലയെ പൂർണ്ണമായിട്ടും തഴഞ്ഞു എന്നും ചെന്നിത്തലയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം എവിടെയും ഈവൻ ഒരു ഫോട്ടോയിൽ പോലും കൊടുത്തില്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സത്യത്തിൽ ഇത് വേറൊരു തലം ചർച്ചയിലേക്ക് പോകുമെന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം, കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും 2-ാം നമ്പറുകാരനാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ 2-ാം നമ്പർ എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലാണ് 2-ാം നമ്പർ. അപ്പം പിന്നെ ഇപ്പോൾ ശരിക്കും പറയുന്നത് അങ്ങനെയാണ്, കാലാകാലങ്ങളായിട്ട് 2-ാം നമ്പർ എന്ന് പറഞ്ഞാൽ മന്ത്രി ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരാൾ തന്നെയായിരിക്കും. അപ്പം പിന്നെ അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഇല്ലെങ്കിൽ മാത്രം. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, കുഞ്ഞാലിക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ലോക് ഭവനിൽ പോകുന്ന സമയത്ത് നമ്മൾ ചായ സൽക്കാരത്തിന് പോകുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി തൊട്ടടുത്തുണ്ടാവും. അതായത് ഗവർണർക്ക് തൊട്ടടുത്തുണ്ടാവും. സത്യപ്രതിജ്ഞ ചടങ്ങിലും അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും 2-ാം നമ്പർ. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിനടുത്ത് ഓഫീസ് കുഞ്ഞാലിക്കുട്ടിക്ക് നോർത്ത് ബ്ലോക്കിൽ തന്നെ കൊടുക്കുന്നു. അപ്പം വണ്ടി 2-ാം നമ്പർ വണ്ടിയാണ്. അപ്പൊ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രാധാന്യം ശരിക്കും കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു നേതാവിന് ലഭിക്കുന്നുണ്ട്. ഇത് കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമായി ലഭിക്കുന്ന ഒന്നല്ല. അതായത് കുഞ്ഞാലിക്കുട്ടിയെ അങ്ങനെ നിർത്തണം എന്ന് പറയുന്ന ഒരു തോട്ടുണ്ടല്ലോ, അത് ഈ വന്നിട്ട് ഈ ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. ഒരുപക്ഷെ ഈ ഘടകകക്ഷി എന്ന് പറയുന്ന ഒരു ലീഗിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ലീഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. അപ്പം ആ ഘടകകക്ഷിയിലെ ഏറ്റവും സമുന്നതനായ നേതാവ് എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയെ നമ്മൾ പറയേണ്ടത്. ഏറ്റവും ഉന്നതനായ നേതാവ് തന്നെയാണ്. കാര്യം ഈ പറയുന്ന വി.ഡി. സതീശനേക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ജീവിതത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ് P.K. കുഞ്ഞാലിക്കുട്ടി. അപ്പം കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കുന്നതിൽ ഒരു ഭരണപരമായി തെറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ സംശയം. അല്ലാതെ അല്ലാതെ ചിന്തിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കാര്യം വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം, സതീശന് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് ചില താല്പര്യങ്ങളുണ്ട്, ചില സ്ഥാപിത താല്പര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു അധികാരം എന്ന് പറയുന്ന ഒന്നിലേക്ക് കയറണമെങ്കിൽ കേരളത്തിലെ വരുന്ന ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എല്ലാ കാലത്തും വി.ഡി. സതീശൻ പുലർത്തി പോന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ വി.ഡി. സതീശൻ അത് മാത്രമല്ല, ഈ ഹിന്ദു വർഗീയതയെ ഇപ്പം നമ്മൾ നോക്കിക്കോളും. കഴിഞ്ഞ നമ്മുടെ ഈ വന്ദേ മാതരം എന്ന് പറയുന്ന പാട്ട്, ദേശഭക്തി ഗാനം അവര് വേദിയിൽ ചൊല്ലി. അത് പിന്നെ വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു സംഘപരിവാർ അജണ്ടയോടുകൂടി രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു ഗാനമാണ്. അത് എല്ലാ ചടങ്ങുകളിലും തുടക്കത്തിൽ ചൊല്ലണം എന്ന് പറയുന്ന ഒരു പിടിവാശി കൊണ്ടുവന്നിരുന്നു. പക്ഷെ എന്നാൽ കോടതി ഇടപെട്ടിട്ട് അത് നിർബന്ധമില്ല, അത് പാടിയില്ലെങ്കിലോ അത് ചൊല്ലിക്കേട്ടില്ലെങ്കിലോ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ശിക്ഷാ നടപടികളും ഉണ്ടാകുകയില്ല എന്ന് കോടതി വരെ നിരീക്ഷിച്ചൊരു സാധനം നമുക്കറിയാവുന്ന പോലെ ബംഗാളിൽ ചൊല്ലിയില്ലല്ലോ. ബംഗാളിന് സത്യപ്രതിജ്ഞ നടന്ന സമയത്ത് ബംഗാളിൽ ഇതൊന്നും നടന്നില്ല. ഇവിടെ പിന്നെ തമിഴ്നാട്ടില് സത്യപ്രതിജ്ഞ ചടങ്ങിൽ അത് വെച്ചുവെങ്കിൽ തന്നെയും അതിന് DMK-കാർ ശക്തമായ പ്രതിഷേധം ഉയർത്തി. അതിലിനി മേലിൽ ഒരു പരിപാടിയിലും അത് ഉണ്ടാകില്ല എന്ന് TVK നേതാവും മുഖ്യമന്ത്രിയുമായ വിജയ് കൃത്യമായി പറയുകയും ചെയ്തു. അപ്പോൾ സംഘപരിവാർ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന 2-ാം മന്ത്രി നിൽക്കുന്ന, മുസ്ലിം ലീഗിലെ ഒരു മന്ത്രി 2-ാം മന്ത്രിയായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സമീപനം നമ്മൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അപ്പം 2 വശത്ത് നിന്നുകൊണ്ടും കൃത്യമായി ചില അജണ്ടകളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ ചേർത്ത് നിർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയും മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ഇവിടെ കൃത്യമായി കുഞ്ഞാലിക്കുട്ടിയെ സൂചിപ്പിച്ച് നിന്ന വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമുദായത്തിൽ നിന്ന് 4 നായർ സമുദായത്തിൽ ഇവിടെ 4 പേര് മന്ത്രിമാരായിട്ടുണ്ട്. പിന്നെ എന്നാൽ ഈഴവരുടെ എണ്ണം കുറച്ചു. അതായത് ഈഴവ സമുദായത്തിൽ നിന്ന് വെറും 3 പേര് എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. അപ്പൊ സാമുദായിക സമവാക്യങ്ങളെല്ലാം കൃത്യമായി പരിപാലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഇതിനൊരു വലിയ വിഷയമാക്കി ഉയർത്തി കാണിച്ചാലും നമുക്ക് സംശയിക്കേണ്ടി വരില്ല. ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്.
എന്നാൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ലത്തീൻ കാത്തലിക്കിലും അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭ, ഈ രണ്ട് സഭയിലുള്ള രണ്ട് പ്രധാനികളെ വെട്ടിമാറ്റി. അപ്പോൾ രണ്ട് പ്രധാനികളിൽ നിന്ന് ഇന്ന് TJ വിനോദ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ വിൻസെന്റിനെ ഒഴിവാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ അതിരൂപത, ലാറ്റിൻ കാത്തലിക്കിന്റെ അതിരൂപത പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരികയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് യൂജിൻ പെരേര ഈ പറയുന്ന പോലെ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഈ വിൻസെന്റിനെ മന്ത്രിയാക്കാത്തതിലുള്ള പ്രതിഷേധം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ചാണ്ടിയുമ്മനെ ആക്കാത്തതിന്റെ പ്രതിഷേധം അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മന്ത്രിസഭയായി മാറി എന്നുള്ളതാണ്. ഈ രണ്ട് ക്രൈസ്തവ സഭകളിൽ നിന്നും വളരെ പ്രധാനികളെ രണ്ടുപേരും ഉൾക്കൊള്ളിച്ചില്ല എന്നാണ് അവരെ പരാതി. എങ്കിൽ തന്നെയും അപ്പം ബാക്കി എടുത്തു നോക്കി ഇപ്പം പിറവം MLA ആയിരിക്കുന്ന പിറവത്തു നിന്നുള്ള അനൂപ് ജേക്കബ് മന്ത്രിയാണ്. PJ ജോസഫിന്റെ രണ്ട് മന്ത്രി, ഒന്ന് അബു ജോൺ ജോസഫ് അടക്കമുള്ള ആ കൂട്ടത്തിലുള്ള എല്ലാം എന്താണ് മോൻസ് ജോസഫ് അടക്കമുള്ള നേതാക്കന്മാർ ഇതിലേക്ക് വരുന്ന ആൾക്കാരാണ്. ക്രിസ്തീയ പശ്ചാത്തലമുള്ളവരാണ്. മാണി സി കാപ്പന്റെ മന്ത്രിയായിട്ടില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ എടുത്ത് റോജി M ജോൺ ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. അവർക്കെല്ലാം ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിൽ ഇപ്പോൾ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി 5 മന്ത്രിമാർ അവർക്ക് തന്നെയുണ്ട്. ആർക്ക്? ലീഗിന് തന്നെയുണ്ട് 5 മന്ത്രിമാരുണ്ട്. പിന്നെ ഇത് കൂടാതെ T സിദ്ദീഖിനെ പോലുള്ള ഒരാൾ മന്ത്രിയായിട്ട് ഇവിടെ കൂട്ടത്തിലുണ്ട്. അപ്പം എത്ര മന്ത്രിമാർ ഇവിടെ ഇതിൽ നിന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ന്യൂനപക്ഷങ്ങളിൽ നിന്ന് മാത്രമായി മന്ത്രിമാരുടെ എണ്ണം കൂടുതലാണ്. അതേസമയം ഇവിടെ ഈഴവര് 3 പേരേ ഉള്ളൂ. കൊടുങ്ങല്ലൂരുള്ള അതിനും കൂടി വേണ്ടിയിട്ടാണ് കൊടുങ്ങല്ലൂരിൽ എനിക്ക് തോന്നുന്നു OJ ജനീഷിന് മന്ത്രിസ്ഥാനം കൊടുത്തത് ഒരു പക്ഷേ ആ ഒരു സാമുദായിക സമവാക്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഒരു ഈഴവനെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ എന്നിട്ടും ഇപ്പം 3 പേരിൽ ഒതുക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഇത്രയും മന്ത്രിമാരുണ്ടായിട്ട് അല്ലെ, 10-11 മന്ത്രിമാര് അല്ലെ 12 മന്ത്രിമാരുണ്ടായിട്ട് അതിൽ ഒരു 3 പേർക്ക് മാത്രമാണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ളവർ കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പം അത് 4-1 അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു 30% കൊടുക്കണ്ടേ, അതുപോലും ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഒരു പ്രതിസന്ധി അതിനകത്തുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ കുറച്ചാളുകൾ, അതായത് ഈ പറയുന്ന സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അല്ലാത്തവരോ ഈ ഒരു വിഷയത്തെ ഉയർത്തി കാണിക്കാൻ, പിന്നെ അതോടൊപ്പം തന്നെ NSSനെ പോലെയുള്ള സംഘടനകൾ, കാര്യം രമേശ് ചെന്നിത്തലയെ ഈ രീതിയിൽ ഒഴിവാക്കി വിടുന്ന സമീപനത്തോട് ഇപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹം ശക്തനാണ്. ഇത് ഇവർ തമ്മിലുള്ള ഒരു തർക്കത്തിന് കാരണമായി തീരാനുള്ള സാധ്യതകളുണ്ട്. അതായത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും തമ്മിൽ ചെറിയ തർക്കം ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് VD സതീശൻ പുലർത്തിപ്പോരുന്ന ഈ ഒരു മനോഭാവം, അതായത് ന്യൂനപക്ഷ പ്രീണന നയത്തിന്റെ ഭാഗമായി തന്നെയാണ് എന്ന് നാളെ ഏതെങ്കിലും ഒരു മതപണ്ഡിതന്മാർ, ഇപ്പം SNDPയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനോ അതല്ലെന്നുണ്ടെങ്കിൽ ഇവ നമ്മൾ നോക്കിക്കോളൂ, ശിവഗിരി ആശ്രമത്തിൽ നിന്ന് വരെ അതിന് ഈ പറയുന്ന പോലെ ഈഴവർക്ക് ആവശ്യത്തിന് പ്രാതിനിധ്യം നൽകണം എന്ന് പറയുന്ന ഒരു ആവശ്യമൊക്കെ ഉയർത്തി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഈ സാഹചര്യം എല്ലാം പരിഗണിക്കുമ്പോഴും ഈ പറയുന്ന VD സതീശൻ ഒരുതരം ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പുതിയ നരേറ്റീവ് കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ആംബിയൻസിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു തലത്തിലാണ് പോകുന്നതെങ്കിൽ. അപ്പം കുഞ്ഞാലിക്കുട്ടി മോശപ്പെട്ട ഒരു നേതാവൊന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി അതിനകത്തിലെ ഏറ്റവും മുമ്പനായ നേതാവ് തന്നെയാണ്. പക്ഷേ കൊടുക്കേണ്ട പരിഗണന എല്ലാവർക്കും കൊടുത്തു തന്നെ പോകണം. അത് NSSന് ഇപ്പം രമേശ് ചെന്നിത്തല ഈ രീതിയിലിട്ട് ചവിട്ടിക്കൂട്ടുന്നത് NSSന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഹിന്ദു സംഘടനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പം ഇത് വലിയ തരത്തിലുള്ള ഒരു വർഗീയ ചർച്ചകളിലേക്ക് കേരളത്തിൽ വഴി തുറന്നിടുമോ എന്നുള്ളൊരു സംശയം നമുക്കിവിടെ ഉണ്ടാവും.